പിന്നിലുള്ളത് ചില്ലറ പകയല്ല. ഹസ്തരേഖകളിൽ ചോര പുരണ്ട ചരിത്രവും കളിക്കളത്തിൽ പകരം വീട്ടലുകളുടെയും കഥ പറയുന്ന ഒന്നാം തരം ഒരു അന്താരാഷ്ട്ര പോരാട്ടത്തിന്റെ കഥയാണിത്. രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് എതിർചേരിയിലായ അർജന്റീനയും ഇംഗ്ലണ്ടും കളിക്കളത്തിൽ നേർക്കുനേർ വരുമ്പോൾ അവിടെ പന്ത് മാത്രമല്ല ഉരുളുന്നത്, വർഷങ്ങളായി നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന പ്രതികാരത്തിന്റെ തീപ്പൊരി കൂടിയാണ്. ഈ ശാപത്തിന്റെ തുടക്കം 1966 ലണ്ടൻ ലോകകപ്പിലെ ആ കറുത്ത ക്വാർട്ടർ ഫൈനലിൽ നിന്നായിരുന്നു. സ്വന്തം നാട്ടിൽ ഇംഗ്ലണ്ടിനെ ജയിപ്പിക്കാൻ വേണ്ടി മാത്രം റഫറിമാർ ഒത്തുകളിച്ച മത്സരമെന്ന് അർജന്റീന ഇന്നും വിശ്വസിക്കുന്ന ആ പോരാട്ടത്തെ അവർ നൂറ്റാണ്ടിന്റെ കവർച്ച എന്നാണ് വിശേഷിപ്പിച്ചത്. അന്ന് കളിയുടെ 35-ാം മിനിറ്റിൽ അർജന്റീനയുടെ ക്യാപ്റ്റൻ റൂട്ടിനെ ജർമ്മൻ റഫറി റുഡോൾഫ് പുറത്താക്കിയത് നാവുകൊണ്ടുള്ള വയലൻസ് എന്ന വിചിത്രമായ കാരണത്താലായിരുന്നു. സ്പാനിഷ് അറിയാത്ത റഫറിക്ക് അയാൾ എന്താണ് പറഞ്ഞതെന്ന് പോലും മനസ്സിലായിരുന്നില്ലെന്നും പിന്നീട് അയാളെ കാണുമ്പോൾ തനിക്ക് വെറുപ്പ് തോന്നിയത് കൊണ്ടാണ് പുറത്താക്കിയതെന്ന് റഫറി പറഞ്ഞതായും അർജന്റീനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പോരാത്തതിന് ഇംഗ്ലണ്ട് ജയിച്ച ഹെസ്റ്റിന്റെ ഗോൾ പക്ക ഓഫ്സൈഡും കൂടിയായതോടെ കളി കഴിഞ്ഞ് പോലീസ് സംരക്ഷണയിലാണ് റഫറിക്ക് സ്റ്റേഡിയത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നത്. എന്നാൽ കാലം ഇതിന് പലിശ സഹിതം മറുപടി നൽകിയത് 1986 ഇംഗ്ലീഷ് ഗോളി പീറ്റർ ഷിൽട്ടനെ വായുവിൽ വെട്ടിച്ച് ഡീഗോ മറഡോണ കൈകൊണ്ട് നേടിയ ആ ഗോൾ ഇംഗ്ലണ്ട് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപമാനമായി മാറി. ദൈവത്തിന്റെ കൈയെന്ന് പറഞ്ഞ് അതിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചാലും 4 വർഷത്തെ ഒരു ടീമിന്റെ കഠിനാധ്വാനമാണ് ആ ഒരൊറ്റ കൈവിരൽ തുമ്പിൽ അവസാനിച്ചതെന്ന് ഷിൽട്ടൺ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. എന്തിനേറെ 1990 ലോകകപ്പിൽ അർജന്റീനയെ കളിപ്പിക്കാതിരിക്കാമായിരുന്നു എന്ന് പോലും അദ്ദേഹം ഉറച്ചു വാദിച്ചു. പക്ഷേ ആ വിവാദ ഗോൾ പിറന്നില്ലായിരുന്നെങ്കിൽ തൊട്ടടുത്ത മിനിറ്റിൽ 6 ഇംഗ്ലീഷ് ഡിഫൻഡർമാരെയും കീഴ്പ്പെടുത്തി മറഡോണ നേടിയ നൂറ്റാണ്ടിന്റെ ഗോൾ ഒരുപക്ഷെ ജനിക്കുമായിരുന്നില്ല. ഈ പക പിന്നീട് 1998 ഡീഗോ സിമിയോണി ഫൗൾ അഭിനയിച്ച് ഡേവിഡ് ബെക്കാമിന് റെഡ് കാർഡ് വാങ്ങി നൽകിയതിലൂടെയും അതിനു പകരമായി 2002 മൈക്കൽ ഓവൻ ഫൗൾ അഭിനയിച്ച് നേടിയ പെനാൽറ്റിയിലൂടെയും ബെക്കാം അർജന്റീനയെ തകർത്ത് ഇംഗ്ലണ്ടിനെ ജയിപ്പിച്ചതിലൂടെയും തലമുറകൾ കൈമാറി മുന്നോട്ട് പോയി. വിവാദങ്ങളും കണ്ണീരും ചോരയുമില്ലാതെ ഇന്നുവരെ ഒരു ഇംഗ്ലണ്ട് അർജന്റീന ലോകകപ്പ് മത്സരം അവസാനിച്ചിട്ടുമില്ല. ഒരിക്കൽ കൂടി ഈ 2 വൻശക്തികൾ നേർക്കുനേർ വരുമ്പോൾ പഴയ കനലുകളെല്ലാം വീണ്ടും ആളിക്കത്തുകയാണ്. ഇത്തവണ ഇംഗ്ലണ്ട് അനായാസം ജയിക്കുമെന്ന് ഫുട്ബോൾ പണ്ഡിറ്റുകൾ വിധി എഴുതുമ്പോഴും ഒരു കാര്യം ഓർക്കുക, ചരിത്രം തിരുത്തിക്കുറിക്കാൻ ജനിച്ചവരാണ് അർജന്റീനക്കാർ. ശാപവചനങ്ങളും പ്രതികാര കനലുകളും ബാക്കിയാക്കി ഒരിക്കൽ കൂടി അവർ നേർക്കുനേർ വരുമ്പോൾ കളി മാറും, കഥ മാറും. കാത്തിരുന്നു കാണാം മൈതാനത്തെ യഥാർത്ഥ രാജാക്കന്മാർ ആരാണെന്ന്.